എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും അല്ല, നിങ്ങളിപ്പോൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ സംസാരിക്കുന്നില്ല, അതായത് ഈ വ്യക്തിയോട് നിങ്ങൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത്. നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും മുൻപ് സംസാരിക്കുന്ന പോലെ അത്രത്തോളം ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിംഗ്. അപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ എന്താണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. അപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിട്ട് എടുത്താലും ശരി, ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് എടുത്താലും ശരി, എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സൺ എത്രത്തോളം ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിച്ചോ ഏകദേശം ആ ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സണ് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരുപാട് ഉയരത്തിൽ ആ പേഴ്സൻ്റെ കരിയറിൽ ഒരുപാട് ഉയരത്തിൽ ആ പേഴ്സൺ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് എത്താൻ സാധിക്കുമെന്ന് ആ പേഴ്സന് വിശ്വാസവുമുണ്ട്. പക്ഷേ ഇപ്പോഴുള്ളൊരു സ്റ്റെബിലിറ്റി ഇല്ലേ, ആ പേഴ്സൻ്റെ കരിയറിൽ ഇപ്പോഴുള്ളൊരു സ്റ്റെബിലിറ്റി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആകുന്നതിന് മുൻപ്, അതായത് നിങ്ങൾ തമ്മിൽ പിണങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ പിണങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം പേഴ്സൺ ആഗ്രഹിച്ച ആ ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സണ് ലഭിച്ചത്. ഈ ഒരു കാര്യം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൻ്റെ കരിയറിൽ ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്, അല്ലെങ്കിൽ അതും ഒരു കാരണമാണ് എന്ന് പറയാം. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് അതും ഒരു കാരണമാണ് എന്ന് പറയാം. പേഴ്സൻ്റെ അധ്വാനം വെറുതെ ആയില്ലല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് ആ പേഴ്സന് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ഒരു സന്തോഷമുള്ള സമയത്ത് ആ സന്തോഷം നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സന് ഒത്തിരി വിഷമവും ഉണ്ട്. അതായത് ആ പേഴ്സൺ വളരെയധികം സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ സന്തോഷം പങ്കുവെക്കാൻ, അല്ലെങ്കിൽ അത് പറയാനായിട്ട് നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പിണക്കത്തിലായതുകൊണ്ട് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പേഴ്സൺ എത്രത്തോളം സന്തോഷത്തിലാണെങ്കിലും ശരി, നിങ്ങളുണ്ടെങ്കിലാണ് ആ പേഴ്സണ് ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത്. ആ പേഴ്സണ് എത്രത്തോളം സന്തോഷമുള്ള കാര്യങ്ങൾ ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സൻ്റെ ജീവിതത്തിലും നടന്നാലും അത് നിങ്ങളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ആ ഒരു സന്തോഷം ആ പേഴ്സണ് ലഭിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ ഈ സന്തോഷമെല്ലാം നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സൻ്റെ കരിയറിൽ ഇത്രത്തോളം ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ കാരണം ആ പേഴ്സൻ്റെ അധ്വാനം ഉണ്ട്, തീർച്ചയായിട്ടും അത് പ്രധാനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ ആ പേഴ്സണ് കൊടുത്ത ഒരു മോട്ടിവേഷൻ, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, ഇതെല്ലാം ആ പേഴ്സൻ്റെ കരിയറിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കൂടി ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൻ്റെ കരിയറിൽ കൊണ്ടുവരാൻ സാധിച്ചത് അത് നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തു ആ പേഴ്സണെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ്. ഒരു മോട്ടിവേഷനും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ആ പേഴ്സൺ ഇപ്പോൾ ഇത്രത്തോളം ആ പേഴ്സൻ്റെ കരിയറിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ആ പേഴ്സൻ്റെ കരിയറിൽ വിജയിച്ച് നിൽക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ വിജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ പേഴ്സൺ ഒരു ചെറിയ വിഷമവും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സന്തോഷ വാർത്ത, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അത് പറയാൻ സാധിക്കാത്തത് കാരണം ആ പേഴ്സണ് നല്ല വിഷമമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സണ് ഒരു സ്റ്റെബിലിറ്റി ലഭിച്ചല്ലോ. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പിണക്കമെല്ലാം മാറിയിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പിണക്കം മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിനെക്കുറിച്ചോ, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്ന സമയത്ത്
ആ ചിന്തിക്കുന്ന സമയത്ത് പോലും ആ പേഴ്സണ് വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട്. ആ ചിന്തിക്കുമ്പോഴേ ഇത്ര ഒരു സന്തോഷം ആ പേഴ്സണ് ലഭിക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ ഇപ്പോൾ ആ പേഴ്സൺ സന്തോഷിക്കുന്നതിനേക്കാളും ആ പേഴ്സൺ സന്തോഷിക്കുമെന്നുള്ളതാണ്. അത് ആ പേഴ്സൺ അറിയാം. ആ പേഴ്സൺ മാത്രമല്ല, നിങ്ങളും സന്തോഷിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് റെസൊനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. നിങ്ങൾ ആ പേഴ്സൻ്റെ ലക്കി ചാമാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സൺ ഇപ്പോൾ എത്രത്തോളമാണോ സന്തോഷിക്കുന്നത് അതുപോലെ നിങ്ങളും സന്തോഷിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സൺ അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അത്രമാത്രം ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങളൊരു അവസരം കൊടുക്കുമോ അല്ലെങ്കിൽ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. പക്ഷേ എങ്കിൽ കൂടി ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൻ്റെ സന്തോഷം നിങ്ങളോട് തുറന്നു പറയണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ കരിയറിലായിരിക്കാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അതും ആ പേഴ്സൺ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് കാരണവും ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളും ഇപ്പോൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കാം ചിന്തിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ നിങ്ങളുടെ കരിയറിനെ കുറിച്ചും നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കാം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. ആ പേഴ്സണും അങ്ങനെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്തായാലും ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസൊനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.